ഹേ ഓൾ, ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാങ്ങ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുക്കാം കേട്ടോ. തേങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം തൈര് ഇത് അരപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. ഈ സമയം ഫ്ലെയിം കൂട്ടി വെച്ചതിനെ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ഈ സമയം വേണം അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വല്ലാണ്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്ത പരിപാടി കടുകുവറ. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.